ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കുന്നത് പാർട്ട് 2 വീഡിയോ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കേട്ടറ്റ് സൈക്കോളജിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒട്ടും സമയങ്ങളാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ മണിശബ്ദത്തോടൊപ്പം ഭക്ഷണം നൽകുമ്പോൾ നായയിൽ ഉമിനീരൊഴുക്കുണ്ടാകുന്നു. ഇതിൽ മണിശബ്ദം മാത്രം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഉമിനീരൊഴുക്ക് ഏതാണ്? ഓപ്ഷൻ എ അൺകണ്ടീഷണഡ് സ്റ്റിമുലസ്, ഓപ്ഷൻ ബി അൺകണ്ടീഷണഡ് റെസ്പോൺസ്, ഓപ്ഷൻ സി കണ്ടീഷണഡ് സ്റ്റിമുലസ്, ഓപ്ഷൻ ഡി കണ്ടീഷണഡ് റെസ്പോൺസ്. ഇതിലേതാണ് ആൻസർ വരിക? മണിശബ്ദം മാത്രം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഉമിനീരൊഴുക്ക്, പാവ്ലോവിൻ്റെ കണ്ടീഷനിങ്ങും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക? അപ്പോൾ ഒട്ടും സമയങ്ങളാതെ നമുക്ക് ഉത്തരത്തിലോട്ട് കിടക്കാം. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കണ്ടീഷണഡ് റെസ്പോൺസ്, അതാണ് ഇതിൻ്റെ ഉത്തരം. അതിൻ്റെ താഴെ എന്തുകൊണ്ടാണ് ഈ ഉത്തരം വന്നതെന്നുള്ളതിൻ്റെ വിശദീകരണം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, നിങ്ങളതൊന്ന് നോക്കിയിട്ട് പോസ് ചെയ്തിട്ടൊന്ന് നോക്കിക്കോളൂ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം, കുട്ടികളിൽ ഭാഷാ പഠനത്തിന് സഹായിക്കുന്ന ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD എന്ന അവിഭാജ്യ സംവിധാനത്തെക്കുറിച്ച് ആവിഷ്കരിച്ച ചിന്തകനാരി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി നോം ചോംസ്കി, ഓപ്ഷൻ സി വൈഗോഡ്സ്കി, ഓപ്ഷൻ ഡി ജെറോമസ് ബ്രൂണർ. ഇതിൽ നമുക്ക് അത്യാവശ്യം സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ കിട്ടും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി നോം ചോംസ്കി. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിൻ്റെ ചിന്തകനാണ് നോം ചോംസ്കി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ചോദ്യം, കുട്ടികളുടെ സമീപസ്ഥ വികസന മേഖല, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD, സ്കഫോൾഡിംഗ് എന്നീ ആശയങ്ങൾ ആരുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോഡ്സ്കി, സ്കിന്നർ, പിയാഷെ, ആൽബർട്ട് ബന്ദൂര. നമുക്കറിയാം, ഇതും ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വൈഗോഡ്സ്കിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നാലാമത്തെ ചോദ്യം, അമൂർത്ത ചിന്തനം, അബ്സ്ട്രാക്റ്റീവ് തിങ്കിങ് ആരംഭിക്കുന്ന പിയാഷെയുടെ ബോധന വികസന ഘട്ടം, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഏതാണ്? ഓപ്ഷൻ എ സംവേദന ചാലഘട്ടം, ഓപ്ഷൻ ബി പ്രാഗ് പ്രവർത്തനഘട്ടം, ഓപ്ഷൻ സി മൂർത്ത പ്രവർത്തനഘട്ടം, ഓപ്ഷൻ ഡി ഔപചാരിക പ്രവർത്തനഘട്ടം. ഇതിലേതാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ രണ്ടും കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. അമൂർത്തന ചിന്തനം ഏത് പിയാഷെയുടെ ബോധന വികസന ഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം നോക്കാം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഔപചാരിക പ്രവർത്തനഘട്ടം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ജെറോമസ് ബ്രൂണറുടെ ബോധന വികസന സിദ്ധാന്ത പ്രകാരം അറിവ് പ്രകടിപ്പിക്കുന്നതിൻ്റെയും ആർജിക്കുന്നതിൻ്റെയും ശരിയായ ക്രമം? ഓപ്ഷൻ എ ഇനാക്റ്റീവ് ഐക്കോണിക് സിംബോളിക്, ഓപ്ഷൻ ബി ഐക്കോണിക് ഇനാക്റ്റീവ് സിംബോളിക്, ഓപ്ഷൻ ഡി സിംബോളിക് ഐക്കോണിക് ഇനാക്റ്റീവ്, ഓപ്ഷൻ ഡി ഇനാക്റ്റീവ് സിംബോളിക് ഐക്കോണിക്. ഏതാണ് ജെറോമസ് ബ്രൂണറുടെ ബോധന വികസന സിദ്ധാന്ത പ്രകാരം അറിവ് പ്രകടിപ്പിക്കുന്നതിൻ്റെയും അറിവ് ആർജിക്കുന്നതിൻ്റെയും ശരിയായ ക്രമം? ഉത്തരത്തിലോട്ട് കിടക്കാം. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇനാക്റ്റീവ് ഐക്കോണിക് സിംബോളിക്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഈ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ബ്രൂണറുടെ 3 രീതികളാണ്: ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞ പ്രവൃത്തികൾ, ഐക്കോണിക് ചിത്രങ്ങളിലൂടെ, കാഴ്ചകളിലൂടെ, സിംബോളിക് ഭാഷകളിലൂടെ, പ്രതീകങ്ങളിലൂടെ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ശ്രമപരാജയ പഠന സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി ഓഫ് ലേണിംഗ് ആവിഷ്കരിച്ച പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ തോണ്ടൈക്ക്, ഓപ്ഷൻ ബി ഇവാൻ പാവ്ലോവ്, ഓപ്ഷൻ സി കോഹ്ലർ, ഓപ്ഷൻ ഡി കർട്ട് ലെവിൻ. ആരാണ്? ഇതും നമുക്കറിയാവുന്ന ഉത്തരമാണ്, സിമ്പിളാണ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ EL തോണ്ടൈക്ക് ആണ് ട്രയൽ ആൻഡ് എറർ തിയറിയുടെ ഉപജ്ഞാതാവ്. ഇനി അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, മനുഷ്യനിൽ 8 തരം ബുദ്ധിയുണ്ടെന്ന് വിശദീകരിക്കുന്ന ബഹുബുദ്ധി സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ആൽഫ്രഡ് ബിനെ, ഹെവേർഡ് ഗാഹ്നർ, ചാൾസ് സ്പിയർമാൻ, റോബർട്ട് സ്റ്റേൺബർഗ്. ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ഒട്ടും സമയങ്ങളാണ്ട് ഉത്തരത്തിലോട്ട് കിടക്കാം. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൊവാർഡ് ഗാഹ്നർ ആണ്, ഹൊവാർഡ് ഗാഹ്നർ. ഇനി എട്ടാമത്തെ ചോദ്യം, നിശ്ചിത ഉദാഹരണങ്ങളിൽ നിന്ന് തുടങ്ങി പൊതു തത്വത്തിലേക്ക്, സ്പെസിഫിക് ടു ജനറൽ എത്തിച്ചേരുന്ന ബോധന രീതി ഏതാണ്? അപ്പോൾ ഉദാഹരണങ്ങളിൽ നിന്ന് തത്വത്തിലേക്ക് എത്തിച്ചേരുന്ന ബോധന രീതി: നിഗമന രീതി, ആഗമന രീതി, ഹ്യൂറിസ്റ്റിക് രീതി, പ്രൊജക്റ്റീവ് രീതി.
പ്രൊജക്റ്റ് രീതി. അപ്പോൾ ഏതാണ് ഇതിൽ വരുന്നത്? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ആഗമന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക്. അപ്പോൾ പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലേക്ക് വരുന്നത് നിഗമന രീതിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഓക്കെ. 9ാമത്തെ ചോദ്യം, വായനയുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പഠന വൈകല്യം, ലേണിംഗ് ഡിസബിലിറ്റി. കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വായനയുമായി ബന്ധപ്പെട്ടതാണ് ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, അപ്രാക്സിയ. ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത്? വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം ഡിസ്ലെക്സിയ ആണ് കേട്ടോ. അപ്പോൾ ഡിസ്ലെക്സിയാണ് വായനയുമായി ബന്ധപ്പെട്ടത്. ഡിസ്ഗ്രാഫിയ എഴുത്തുമായി ബന്ധപ്പെട്ടത്. ഡിസ്കാൽക്കുലിയ ഗണിത വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്. ലാസ്റ്റ് ചോദ്യം, കോൾബർഗിൻ്റെ ധാർമ്മിക വികസന സിദ്ധാന്തത്തിൽ മോറൽ ഡെവലപ്മെൻറ്റ് ആകെ എത്ര തലങ്ങളും ഘട്ടങ്ങളുമായാണുള്ളത്? കോൾബർഗിൻ്റെ ധാർമ്മിക വികസന സിദ്ധാന്തത്തിൽ മോറൽ ഡെവലപ്മെൻറ്റ് ആകെ എത്ര തലങ്ങളും ഘട്ടമായാണുള്ളത്? ഓപ്ഷൻ എ 2 തലവും 4 ഘട്ടവും, ഓപ്ഷൻ ബി 3 തലങ്ങളും 6 ഘട്ടങ്ങളും, ഓപ്ഷൻ സി 4 തലങ്ങളും 8 ഘട്ടങ്ങളും, ഓപ്ഷൻ ഡി 3 തലങ്ങളും 4 ഘട്ടങ്ങളും. അപ്പോൾ എത്രയാണുള്ളത് നമുക്ക് നോക്കാം. ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 3 തലങ്ങളും 6 ഘട്ടങ്ങളും. അപ്പോൾ അതിൻ്റെ ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കിട്ടിയ മാർക്കുകൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, നന്ദി.